കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം അടുത്ത മഹാമാരിയെ നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ജപ്പാൻ ഇപ്പോൾ. കാരണം അപൂർവവും മാരകവുമായ മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയ അണുബാധയുടെ കേസുകൾ ജപ്പാനിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. ബ്ലൂംബർഗ് റിപ്പോർട്ട് അനുസരിച്ച് ഈ ഭയാനകമായ രോഗം ബാധിച്ച ഒരാൾക്ക് 48 മണിക്കൂറിനുള്ളിൽ വളരെ വേദനാജനകമായ മരണം സംഭവിച്ചേക്കാം. ജപ്പാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക കണക്കുകൾ കാണിക്കുന്നത് ഈ വർഷം ജൂൺ വരെ രാജ്യത്ത് ഇത്തരം 1000 കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. 1999 മുതൽ പകർച്ചവ്യാധികളെക്കുറിച്ച് പഠനം നടത്തുന്ന കമ്പനിയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എണ്ണത്തിൽ അപകടകരമായ വർധനവാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന സ്പെക്ട്രോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോമാണ് ജപ്പാനിൽ പടരുന്നത്. മനുഷ്യ ടിഷ്യൂകളുടെ നാശത്തിനും അതിവേഗത്തിൽ അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുന്നതിനും കാരണമാകുന്ന ഈ മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയയുടെ വ്യാപനം ജപ്പാനിലെയും ലോകത്തെയും മെഡിക്കൽ കമ്മ്യൂണിറ്റികൾക്കുള്ളിൽ കടുത്ത ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത്.